സുജേട്ടാ നമസ്കാരം. നമസ്കാരം. 20 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി യമനിലേക്ക് പറന്നെത്തിയ ശേഷം ഹൂത്തികളുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സൈന്യത്തിനും മാരകമായിട്ടുള്ള പ്രഹരമേൽപ്പിച്ച ശേഷം കോൺക്രീറ്റ് ഫാക്ടറി ആയിട്ടുള്ള ഹൊദൈദ തുറമുഖത്ത് 50 ബോംബുകളാണ് വർഷിച്ചത്. അതായത് യമൻ ഇതുപോലൊരു അടി ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഫൈറ്റർ ജെറ്റുകളുടെ അടി അതാണ് നടന്നിരിക്കുന്നത് യമനിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഇതിന് കാരണക്കാരനായിട്ടുള്ള, അതായത് ഹേതുവായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ബെൻ ഗൂറിയോൺ എയർപോർട്ടിൽ ഹൂതികൾ വർഷിച്ച മിസൈലാണ്. ഇനി നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും ഇറാനുമായിട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ട്. ഈ ഇറാനെ അടിക്കും എന്ന് ഇസ്രായേൽ നിരന്തരം പറയുന്നതാണ്. ഇനി ഹൂതികളുടെ ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഹൂതികൾക്കല്ല കിട്ടാൻ പോകുന്നത്, മറിച്ച് ഇവരെ പോറ്റി വളർത്തുന്ന ഇറാനായിരിക്കും എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നേരത്തെ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന നേരത്തെ അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു. ഇത് വന്ന സാഹചര്യത്തിൽ ഇപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധ സമാനമായിട്ടുള്ള സാഹചര്യം എടുത്തിരിക്കുന്ന ഈ സമയത്ത് അത് ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇസ്രായേല് ഇറാനെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയും മുമ്പിൽ കാണുന്നുണ്ട്. കാരണം അങ്ങനെയാണല്ലോ ഇപ്പോ ഇന്ത്യ യുക്രൈൻ റഷ്യ യുക്രൈൻ വാർ പൊട്ടിപ്പുറപ്പെടുന്ന തൊട്ട് പിന്നാലെയാണല്ലോ ഇസ്രായേലും ഹമാസുമായിട്ട് അടി തുടങ്ങിയത്. പിന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അവിടെ ഇവിടെയായിട്ട് ബോംബിടല്, പിടി എല്ലാം നടക്കുന്നുണ്ട്. അപ്പോ ഈ മിഡിൽ ഏഷ്യ എന്ന് പറയുന്ന ആ ഒരു പശ്ചിമേഷ്യ എന്ന് പറഞ്ഞ ആ ഒരു പ്രദേശത്ത് നിന്നും ഇങ്ങോട്ടേക്ക് സമ്പൂർണമായിട്ട് ഈ യുദ്ധം മാറാനുള്ള ഒരു സാധ്യത നിരീക്ഷകർ കാണുന്നുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ കുറച്ച് ഓക്വേർഡ് ആയിട്ട് തോന്നുമെങ്കിലും അങ്ങനെ സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഹൂത്തികളുടെ മണ്ടയിൽ അതിഭീകരമായിട്ടുള്ള വ്യോമാക്രമണം നടത്തിയെന്ന് കേൾക്കുന്നു. ഇത് നടക്കാൻ പോകുന്നത് ഇറാനിലേക്കായിരിക്കും. കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രതിരോധ മന്ത്രി ഇവിടെ വന്നിട്ട് പാകിസ്ഥാനി വന്നിട്ട് ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടാണ് അയാൾ തിരിച്ചു പോയത്. പിന്നെ എന്തിനാണ് അയാൾ പാകിസ്ഥാനി പോയതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ പോയെന്നുള്ള ചോദ്യമുണ്ട്. അതിന് പിന്നാലെയാണ് ഇവിടെ ഇസ്രായേൽ ഹൂത്തികളുടെ മേൽ വലിയ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോ എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഇസ്രായേല് ഇന്ത്യ പാകിസ്ഥാൻ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അത് മുതലെടുത്ത് ഇറാനെ അടിക്കാനുള്ള സാധ്യതയുണ്ടോ? പാകിസ്ഥാന് ഇതിൽ ഒരു ഭയമുണ്ട്, എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത നിലവിലില്ല. ഒന്നാമത്തെ കാര്യം. കാരണം ഇന്ത്യ ഒരു യുദ്ധത്തിലേക്ക് പോവുക എന്നുള്ളത് മറ്റു രാജ്യങ്ങൾ പോകുന്നത് പോലെ അല്ല ഇന്ത്യ പാക് യുദ്ധം. ഇപ്പം ഇസ്രായേലും ഹമാസും ഉള്ള അടി എന്ന് പറഞ്ഞാൽ ഡെയിലി നടക്കുന്ന ഒരു സംഭവമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ഒന്നും അല്ല. പക്ഷെ ഇവിടെ അങ്ങനെ രണ്ട് ആണവായുധങ്ങളുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായി ആണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അപ്പൊ അങ്ങനെ പോയിട്ട് ചെയ്യില്ല, അതൊരു വ്യാപിപ്പിക്കാൻ ശ്രമിക്കില്ല. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്നലെ അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഹൂത്തികൾ നടത്തിയത്. കാരണം ഹൂത്തികൾ കുറച്ച് ഡൗൺ ആയിട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്ന് കയറി വരണം. പിന്നെ ഇത്രയും വലിയൊരു അറ്റാക്ക് നടത്തിയാൽ ഇസ്രായേലിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ആയിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ ആ ടെസ്റ്റ് ഒരു അടിപ്പൻ ടെസ്റ്റായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും. തകർത്ത തരിപ്പണമാക്കുകയായിരുന്നു ഹൂത്തി കേന്ദ്രങ്ങളൊക്കെ. അതായത് ബോംബുകൾ വർഷിക്കുകയായിരുന്നു ചെയ്തത് എന്നാണ്. 20ഓളം ഫൈറ്റർ ജെറ്റുകൾ ഓടി നടന്ന് ബോംബുകൾ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇത്തരത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇതിനകത്ത് ഭയം ജനിക്കുന്നത് പാകിസ്ഥാനായിരിക്കും. കാരണം ഇതേ മോഡൽ ഒരു അറ്റാക്ക് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് വളരെ മിന്നൽ വേഗത്തിൽ യുദ്ധവിമാനങ്ങൾ പറന്നിറങ്ങി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം തന്നെ തച്ച് തകർക്കുന്ന ഒരു കാഴ്ച. വെറുതെ തച്ച് തകർക്കുകയല്ല, പേരിന് വേണ്ടിയിട്ടൊരു ബോംബിട്ട് പോവുകയല്ല ചെയ്യുന്നത്. കൃത്യമായി തന്നെ നിലംപരിശാക്കി കളയുന്ന ഒരു രീതിയിലേക്ക് ഒരു അറ്റാക്ക് പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നമ്മൾ നിലവിൽ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്, ഇസ്രായേലുമായി ചേർന്ന് ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ടെക്നോളജികൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനേറെ പറയുന്നത് ഇസ്രായേലിന്റെ സഹായം, മുസാദിന്റെ അടക്കമുള്ള സഹായം നമ്മൾ പലപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു ടെക്നോളജിയും അവരുടെ ഒരു സപ്പോർട്ടും ഉണ്ടാകുമെന്നുള്ള കാര്യം പാകിസ്ഥാനും ലോകത്തിനും വ്യക്തമായി അറിയാം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യക്ക് ഒപ്പം നിലകൊള്ളുന്നതാണ്. അവർ ഒരുപടി കൂടെ കടന്ന് പരസ്യമായിട്ട് തന്നെ ഞങ്ങൾ നിലകൊള്ളുന്നു, ഞങ്ങൾ ഇവരോടൊപ്പം അടിക്കാൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. ബാക്കി ഇപ്പൊ റഷ്യ ആണെങ്കിലും ഞങ്ങൾ അങ്ങനെ പറയാൻ കഴിയില്ല. ഒരു രാജ്യത്ത് അങ്ങനെ പറയാൻ കഴിയില്ല ഞങ്ങൾ കൂടെ വരുന്നുണ്ട്, നിങ്ങൾ മറ്റവരെ അടിക്കുക, അങ്ങനെ പറയില്ലെങ്കിൽ പോലും ഇസ്രായേൽ അങ്ങനെ കൂടി ഒരു പടി കൂടി കടന്നത് പറഞ്ഞൊരു രാജ്യം കൂടി തന്നെയാണ്. അപ്പം ഈ ഒരു മോഡൽ ആക്രമണം ഒരുപക്ഷെ ഇന്ത്യയും നടത്തിയേക്കാം പാകിസ്ഥാനിൽ. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നെ ഇന്നലെ ഞാനൊരു ദേശീയ ചാനലിലെ ഈ ഡിബേറ്റ് കണ്ടപ്പോൾ അല്ലാത്തൊരു വ്യക്തി പറയുന്ന ഒരു മുൻ സൈനിക ഓഫീസറും കൂടിയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യം, ഇന്ത്യ വെയിറ്റ് ചെയ്യുന്ന ഒരാൾ പാകിസ്ഥാനിലുണ്ട്, അയാൾക്ക് വേണ്ടിയാണ് ഇന്ത്യ വെയിറ്റ് ചെയ്യുന്നത്.
അതായത് ഇന്ത്യ ഉദ്ദേശിക്കുന്ന ആ സ്ഥലത്തേക്ക് അയാൾ എത്തിയാൽ ആ നിമിഷം ഇന്ത്യ അടി തുടങ്ങും എന്നാണ് പറയുന്നത്. അതാരാണ് എന്നറിയില്ല. ഇന്ത്യ 57 മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിന്റെ ലിസ്റ്റ് നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്ന അതിൽ 32ാമൻ മാത്രമാണ് ഈ ഹാഫിസ് സെയ്ദ്. നമ്മളിവിടെ ഈ ഹാഫിസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 32ാം നമ്പറുകാരന് ആ 31 നമ്പറുകാരൻ ആരാണെന്ന് കൂടെ നമ്മൾ നോക്കണം. പക്ഷെ ഈ 57 പേരിൽ ഇനിയിപ്പോ അവശേഷിക്കുന്ന 21 27 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ അജ്ഞാതന്മാർ പല വഴിക്ക് തട്ടിയിരുന്നു. ഇപ്പൊ അവശേഷിക്കുന്നത് അപ്പം അതിൽ ഇന്ത്യ നോട്ടമിടുന്ന ഒരു പ്രമുഖനുണ്ട്. അയാളുടെ ഒരു പോയിന്റ് കൃത്യമായാൽ, ഇല്ലെങ്കിൽ അയാൾ എത്തിയാൽ, ഇല്ലെങ്കിൽ അയാൾ എവിടെയാണെന്ന് ഇതായി കഴിഞ്ഞാൽ കൃത്യമായി ഇന്ത്യ അടി തുടങ്ങും എന്നാണ് പറയുന്നത്. അത് ആരാണ് ആ വ്യക്തി എന്നുള്ളത് അറിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ശ്രീ ഹാഫിസ് സെയ്ദിന്റെ മകൻ തന്നെ പറയുന്നത്. വീഡിയോ പുറത്തു വന്നു പാകിസ്ഥാന്റെ. എന്റെ അച്ഛൻ കൊല്ലപ്പെടും, ഹാഫിസ് സെയ്ദ് കൊല്ലപ്പെടും എന്ന് മകൻ തന്നെ പറയുന്നു. ധനുഷ് ശ്രദ്ധിച്ചാണോ ആ വീഡിയോ? എനിക്ക് തോന്നുന്നു ടൈംസ് നൗവിലാണോ എന്ന് തോന്നുന്നു ആ വീഡിയോ. എന്റെ അച്ഛൻ തന്നെ കൊല്ലപ്പെടും, അതിനെ തടയിടാൻ കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി തന്നെ പറയുന്നു. അങ്ങനെ അവര് തന്നെ പറയുന്നു അവരുടെ പലരും കൊല്ലപ്പെടുമെന്ന് പറയുന്നു. ഹാഫിസ് സെയ്ദ് ആയിരുന്നു ലക്ഷ്യമെങ്കിൽ ഇന്ത്യക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നേരത്തെ തന്നെ ഈ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന കൂട്ടത്തിൽ തന്നെ നടത്താമായിരുന്നു. പാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഹാഫിസ് സെയ്ദ് കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം കേട്ട വാർത്ത. പക്ഷെ അവിടുന്ന് അയാള് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം പാകിസ്ഥാൻ പറഞ്ഞു പുള്ളിക്ക് കിഡ്നി ഫെയിലർ ആയിട്ട് ICUവിലാണ്, മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ചു കഴിയുമ്പോൾ പുള്ളി എവിടെയെങ്കിലും ഒരു പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുക്കും, പബ്ലിക് റാലിയിലൊക്കെ. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വീണ്ടും സജീവമായി എന്നുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇന്ത്യ തേടുന്ന ഒരാൾ നമുക്ക് ഇവിടെയാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഈ മുനീർ ആണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല, അവിടുത്തെ കരസേനാ മേധാവി. ഇത് പറയുമ്പോഴാണ് നമ്മൾ ബിൻ ലാദന്റെ കാര്യം നമുക്ക് ഓർമ്മ വരുന്നത്. ബിൻ ലാദനെ തേടി അമേരിക്ക നടന്നിട്ട് എത്ര നാളുകൾ നടന്നു. അതിനുവേണ്ടി എത്ര ചാരന്മാരെ അവർ നിയോഗിച്ചു. അതായത് അമേരിക്കൻ ചാരന്മാരെ മാത്രമല്ല, പാകിസ്ഥാനികളെ വിലക്കെടുത്ത്, പാകിസ്ഥാനിലെ ഒരു ഡോക്ടറെ വിലക്കെടുത്തു. അയാളെ കൊണ്ട് DNA ടെസ്റ്റ് നടത്തിച്ചു. ഈ ബിൻ ലാദന്റെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബിൻ ലാദന്റെ മക്കളുടെ ടെസ്റ്റാണ് നടത്തിയത്. എന്നിട്ട് ബിൻ ലാദന്റെ ഒരു സഹോദരി വിദേശത്ത് വെച്ച് മരിച്ചിരുന്നു. അവരുടെ ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തു, എല്ലാം കൺഫേം ചെയ്തു. എന്നിട്ടാണ് അതിനു മുമ്പ് ഈ തോറാബോറ മലനിരകളിലായിരുന്നു ഈ അൽഖ്വയ്ദയുടെ കേന്ദ്രങ്ങൾ മുഴുവൻ. അത് മാസങ്ങളോളം നിന്ന് അവന്മാർ അടിച്ച് നശിപ്പിച്ചു കളഞ്ഞു അമേരിക്ക. അപ്പൊ അതിനൊക്കെ അവിടുന്ന് ഗോത്രവർഗ്ഗങ്ങൾ ഇവരെ ഹെൽപ്പ് ചെയ്തു. പിന്നീട് ഈ ഗോത്രവർഗ്ഗങ്ങൾ കുറച്ച് പിന്മാറുകയാണ്. അതിന് താലിബാന്റെ കുറെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു ഗോത്രവർഗ്ഗങ്ങൾ പിന്മാറുന്നത്. അമേരിക്കൻസ് പാകിസ്ഥാനെ വിശ്വാസത്തിലെടുക്കാതെ, അവരുടെ സൈന്യത്തെ വിശ്വാസത്തിലെടുക്കാതെ കൃത്യമായി തന്നെ കൈക്കൂലിയും മറ്റുള്ളതും ഒക്കെ കൊടുത്ത് ഏറ്റവും അവസാനമാണ് ഇവർ ബിൻ ലാദന്റെ കൃത്യമായ സ്പോട്ട് കണ്ടെത്തി തീർക്കുന്നത്. അതിനു വേണ്ടിയിട്ട് വലിയ പെടാപ്പാട് തന്നെ. ഇടയ്ക്ക് അവർ ഈ ഓപ്പറേഷൻ തന്നെ ഉപേക്ഷിച്ചതാണ്, ഈ ബിൻ ലാദനെ പിടികൂടുക എന്നുള്ളത്. അതൊരു അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെ അവർ കരുതി. ഇല്ലെങ്കിൽ അവർ കരുതി ഞങ്ങളുടെ ഈ തോറാബോറ മലനിരകളിൽ എവിടെയെങ്കിലും ഞങ്ങൾ നടത്തിയ ബോംബിങ്ങിൽ എവിടെയെങ്കിലും അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കരുതി. പക്ഷെ പിന്നീട് കണ്ടെത്തുകയാണ്. അതേപോലെ ഏതോ ഒരു വമ്പൻ എന്ന് ഇന്നലെ അദ്ദേഹം പറയുന്നു കേട്ടോ. അദ്ദേഹം ആ പേര് വെളിപ്പെടുത്താൻ തയ്യാറായതുമില്ല. അപ്പോൾ മുതൽ എനിക്കൊരു ക്യൂരിയോസിറ്റി, ഇത് ആരായിരിക്കും ഈ വമ്പൻ എന്നുള്ളത്. ഏതായാലും ഹാഫിസ് സെയ്ദ് അല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം 57 ഇന്ത്യ പുറത്തുവിട്ട പ്രധാനപ്പെട്ട ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസിലെ 32ാമൻ മാത്രമാണ് ഹാഫിസ് സെയ്ദ്. എനിക്ക് തോന്നുന്നു ആ 57 പേരിൽ ഏറെക്കുറെ പലരും കൊല്ലപ്പെട്ടിരുന്നു. ഇനിയിപ്പോ അവശേഷിക്കുന്ന ദാവൂദ് ഉണ്ട്. അങ്ങനെ ദാവൂദ് 8ാമതോ എങ്ങാണ്ടാണെന്ന്. നമ്മൾ ഒരിക്കലായി ന്യൂസ് ചാനലുകളായി ഈ ലിസ്റ്റ് എല്ലാം പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനകത്ത് പിന്നെ പാകിസ്ഥാനിൽ മാത്രമുള്ളവരൊന്നും അല്ല, കാനഡ ഖാലിസ്ഥാൻ വാദികളും ഉണ്ട്. എല്ലാ ഭീകരന്മാരുടെയും കൂടെ ലിസ്റ്റാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത്. അപ്പം അത്തരത്തിലൊരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ അടി ഒരു സാമ്പിൾ പോലെയാണ് പാകിസ്ഥാൻ കരുതുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതേപോലെ അതേ കനത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു അടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ മർമ്മപ്രധാനമായ എല്ലാ ഭാഗങ്ങളും തീരും. അൽഖ്വയ്ദയുടെ താവളങ്ങൾ തകരും, അൽഖ്വയ്ദയുടെ കെട്ടിടങ്ങൾ തകരും. ഈ പാക് ചാരസംഘടനയായ ISIയുടെ കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. ഇവിടെയാണ് ഒരുപക്ഷെ ഇവർ തോന്നുകയാണ് ആണവായുധം എടുത്ത് ഉപയോഗിക്കാം എന്ന് തോന്നിയാൽ അങ്ങനെ അവർ ചെയ്തുകൂടായികയില്ല ഈ പ്രാന്തിന്റെ ഇടയ്ക്ക്. കാരണം മൊത്തം നിയന്ത്രണം വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യാം. അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഈ പറയുന്ന ആണവായുധങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എടുത്ത് വിടാനുള്ള ശ്രമം നടത്തി എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടുന്ന നിലയിലേക്കും പോകാം. ഏതായാലും ഇസ്രായേലിന്റെ ഈ ഒരു അടി ഇന്ത്യയുമായി ചേർന്ന് നിന്ന് സൈനിക രംഗത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ, ടെക്നോളജികൾ കൈമാറുന്ന രാജ്യമെന്ന നിലയിൽ ഇത് അവിടെ നടന്ന ഒരു സാമ്പിൾ ടെസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതേ മാതൃക ഒരുപക്ഷെ ഇന്ത്യയിൽ പിന്തുടർന്നേക്കാം. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.